തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുസ്ലിം സമുദായ നേതാക്കന്മാരുമായി രഹസ്യ യോഗം ചേർന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളടക്കം യോഗത്തിനെത്തിയെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഈ രഹസ്യ യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റ് വാങ്ങിയതിന് പിന്നാലെയാണ് മുസ്ലിം പ്രീണന നയം മുഖ്യമന്ത്രി കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗം വലിയ തോതിൽ UDFനെ പിന്തുണച്ചുവെന്നാണ് CPMന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ. മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കേന്ദ്രീകരണം CPM സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായെന്നും പാർട്ടിക്കറിയാം. ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിം പണ്ഡിതരുമായി മുഖ്യമന്ത്രി യോഗം നടത്തിയത്. സർക്കാർ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ചൊവ്വാഴ്ചയായിരുന്നു രഹസ്യ യോഗം. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സമസ്ത, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുടെ നേതാക്കളടക്കം പങ്കെടുത്തുവെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുന്നതിനുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ ഈഴവ വിഭാഗം BJPയിലേക്ക് ഒഴുകിമാറുന്നത് വ്യക്തമായ സാഹചര്യത്തിലാണ് തീവ്ര മുസ്ലിം പ്രീണന നയം കുറച്ചുകൂടി കടുപ്പിക്കാൻ സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകുന്നത്. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.